ഹലോ, നമസ്കാരം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ തീർത്തും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയി, എന്നാൽ ഞാൻ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത മറ്റൊരു സ്ഥലത്ത് എത്തിപ്പെട്ടു. അത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്ളോഗായി മാറിയതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ബോണക്കാട് ബംഗ്ലാവിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോഴാണ് അറിയുന്നത് ബോണക്കാടിലേക്ക് നമുക്കിപ്പോൾ പോകണമെങ്കിൽ ഒന്നെങ്കിൽ അതിൻ്റെ അകത്ത് താമസിക്കുന്ന ആരുടെങ്കിലും കോണ്ടാക്ട്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ ബംഗ്ലാവ് വന്നിട്ട് എസ്റ്റേറ്റിന്റെ അണ്ടർടേക്കിങ്ങിലാണ്. അവിടെയുള്ള ആരുടെങ്കിലും പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബംഗ്ലാവിലേക്ക് കടത്തിവിടത്തുള്ളൂ. പക്ഷേ അവിടെ ഞാനൊരു കോമഡി കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTC ബസ് വന്നിട്ട് ചെക്കിങ്ങോ ഒന്നുമില്ലാതെ ബ്രന്ന് പറഞ്ഞു കുറെ ആളുകളെയും കൊണ്ടങ്ങ് അകത്ത് പോയി. വല്ല ബസ്സിലും കയറി വന്നാ മതിയായിരുന്നു. അങ്ങനെ ഇത്രയും ദൂരം വന്നിട്ട് ഒരു പ്രയോജനവും ഇല്ലാതെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഡസ്റ്റ് അടിച്ച് നിന്നപ്പോഴാണ് ഈ വാഴ്വന്തൂർ വാട്ടർഫോൾസിനെ കുറിച്ച് കേൾക്കുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ടിക്കറ്റ് എടുത്തു. ഇവിടെയാണ് അടുത്ത കോമഡി. 1000 ആണ് ടിക്കറ്റ് ചാർജസ് വരുന്നത് ഇവിടെ. ഞാൻ GPay ആണ് ചെയ്തത്. ഓഫ് കോഴ്സ് ഇത് ഫോറസ്റ്റ് ഏരിയ ആണല്ലോ, നെറ്റ്വർക്ക് ഒക്കെ വളരെ സ്ലോ ആയിരിക്കും ഇവിടെ. അവരുടെ ആ മിഷനിൽ കണുപൂണ് ശബ്ദം കേട്ടില്ലെങ്കിൽ അവിടെ തീർന്നെന്ന് ഓർത്തോണം. കാര്യം ഞാൻ ഫണ്ട് ട്രാൻസ്ഫർ ആയി എന്റെ അക്കൗണ്ടിൽ നിന്ന് ഫണ്ടും പോയി. ഞാൻ അതിന്റെ ട്രാൻസാക്ഷൻ ID കാണിച്ചു കൊടുത്തിട്ട് അതുപോലും നോക്കി എഴുതാൻ അറിഞ്ഞൂടാത്ത പൊട്ടന്മാരാണ് അവിടെ ഉള്ളത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ആ മെഷീനിലെ കണാവൂണ് ശബ്ദം കേട്ടപ്പോഴാണ് ഫണ്ട് വന്നെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവന്മാർക്ക് എങ്ങനെ ഇത്രയും ബുദ്ധി വെച്ച് ഇത്രയും കാലം ജീവിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ സത്യം. ഇനി അടുത്ത കോമഡി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് അടിച്ചു തന്നിരിക്കുന്ന ടിക്കറ്റിൽ 5 പേഴ്സൺസ് എന്ന് പറഞ്ഞാണ് അടിച്ചിരിക്കുന്നത്. 1000 നമുക്ക് 5 പേർക്ക് പോകാൻ കഴിയും. പിന്നെ അഡീഷണൽ ആളുകൾ ഉണ്ടെങ്കിൽ പെർ ഹെഡിന് അവർ 500 വെച്ച് ആഡ് ചെയ്യും. എനിക്ക് 1000 അടിച്ചു തന്നിട്ട് എന്നെ വേറൊരു ഗ്രൂപ്പിനോട് കയറ്റിവിടാൻ നോക്കി. ഞാൻ എന്തായിരുന്നാലും കോംപ്രമൈസ് ചെയ്യാതെ ഞാൻ അവിടെ തന്നെ നിന്നു. പിന്നെ ഒടുവിൽ എനിക്ക് പുതിയൊരു ഗൈഡിനെ അറേഞ്ച് ചെയ്തിരുന്നു. ഗൈഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് തുടർന്ന് കാണാൻ കേട്ടോ, കുറെ ഉണ്ട് കോമഡി. നമുക്ക് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് ഒരു 800 മീറ്റർ അകത്ത് അത്രയും കൂടെ നമുക്ക് നമ്മളെ വെഹിക്കിളിൽ പോകാൻ പറ്റത്തുള്ളൂ. ബാക്കി ട്രക്കിംഗ് ആണ്. അതിന്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. ആ ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായി ദൂരെ നിന്ന് അരുവി ഒഴുകി വരുന്നതും അതിന്റെ ശബ്ദവും പിന്നെ കിളികളുടെ ശബ്ദവും ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എത്ര ബിസിനസ് സ്ട്രെസ് ടെൻഷൻ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മളല്ലാതെ ആയി പോകുന്ന നിമിഷങ്ങളാണ്. ഇതാണ് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് അറിഞ്ഞൂടാത്ത നമ്മുടെ യാത്രയുടെ കവാടം. ഇതാണ് ഞാൻ മുകളിൽ നിന്ന് അടിയോടി പിടിച്ചോണ്ട് വന്ന എന്റെ ഗൈഡ്. ഇനി അങ്ങോട്ട് ഈ കഥയിലെ നായകനും വഴികാട്ടിയും എല്ലാം ഇദ്ദേഹമാണ് നമ്മളെ വാഴ്വന്തൂർ വാട്ടർഫാൾസിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് തുടങ്ങിയപ്പോൾ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സൈഡിൽ കൂടെ പോകുമ്പോൾ കുഞ്ഞു കുഞ്ഞു അരുവികളും അതിന്റെ ശബ്ദവും കാടിന്റെ മനോഹാരിതയും. പക്ഷെ ഞാൻ ഒട്ടും അറിഞ്ഞിരുന്നില്ലായിരുന്നു കൊടുങ്കാറ്റിന് മുമ്പിലുള്ള ശാന്തത മാത്രമായിരുന്നു അതെന്ന്. അങ്ങോട്ടങ്ങോട്ട് പോകും തോറും വഴിയുടെയൊക്കെ രൂപത്തിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. ഇതിന്റെ ഇടയിൽ അതിനേക്കാളും വലിയ കോമഡി എന്റെ കൂടെ കൊണ്ടുവന്ന ആ ഗൈഡാണ്. പുള്ളി കാക്ക പോലെ അങ്ങ് പറന്നങ്ങ് പോകും. എവിടെ പോണെന്ന് പോലും ദൈവം തമ്പുരാനെ അറിയാവൂ. എന്നാലും മുമ്പ് അവിടെ ആളുകൾ ചവിട്ടിപ്പോയ വഴി അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് വഴി തെറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ പതുക്കെ പതുക്കെ എല്ലാം ഷൂട്ടൊക്കെ ചെയ്തേ പോയോ. പക്ഷെ പിന്നെയാണ് ആലോചിക്കുന്നത് ഇതൊക്കെ വളരെ അപകടം നിറഞ്ഞ ഏരിയയാണ്. കാര്യം ഞാൻ ഈ അറ്റത്ത് നിന്ന് ഷൂട്ട് ചെയ്യുന്നിടത്ത് ഇങ്ങനെ പോയാൽ ഇതൊരു 10-15 അടിയോളം താഴ്ച വരും. ഇതിൽ കാണുമ്പോൾ അത്ര തോന്നിക്കുന്നില്ലെങ്കിലും വളരെ വലിയ താഴ്ചയുള്ള ഏരിയയാണ്. അപ്പോഴത്തേക്കും ഈ തിട്ടയുടെ താഴെ വല്ലതും മണ്ണിടിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ പൊത്തോനെ അങ്ങ് ചെന്ന് താഴെ ഇരിക്കുമായിരുന്നു. ഇതൊക്കെ വളരെ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താൻ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മളെ കൂടെ ആരും ഇല്ലെങ്കിൽ പോലും ഇതേപോലത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്നെ പോലെ കൊന്തളിപ്പ് കാണിക്കാതിരിക്കുക, വളരെ സൂക്ഷിക്കുക, ഇത് ചെയ്യുക. എപ്പോഴും നമ്മളോടൊപ്പം ഭാഗ്യം ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ ട്രക്കിംഗ് ഞാൻ വളരെയധികം ആസ്വദിച്ചെന്ന് തന്നെ പറയാം. നമുക്ക് ഒരുപാട് കാണാനുണ്ട് ഇവിടെ. ഇയാളിത് എവിടെ മാറത്താണ് പോണ. എവിടെയാ പോട്ട്, നമുക്ക് പതുക്കെ പ്രകൃതിക്ക് ആസ്വദിച്ച് പതുക്കെ പോവാം.
ഈ ട്രക്കിംഗ് ഭയങ്കര രസമാണ് കേട്ടോ. ഇത് പോകുന്നത് നടക്കുന്നൊക്കെ രീതി നമുക്ക് ഡയറക്റ്റ് ചവിട്ടി പോകാൻ പറ്റില്ല. കല്ലിന്റെ ഇടയിലൊക്കെ ചവിട്ടി അതൊക്കെ ഒരു രസം തന്നെയാണ്. ഞാൻ സത്യം പറയാൻ നന്നായിട്ട് ആസ്വദിച്ചു. ഈ ട്രക്കിങ്ങിന്റെ ഇടയിൽ എനിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ വല്ലപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിലെന്ന്. എവിടെ പോവാണെന്ന് അറിഞ്ഞൂടാ. അവിടെ ചെന്നാൽ വല്ല വാഴയ്ക്കപ്പം ബജിയും കിട്ടുമോ എന്തോ എന്താണെന്ന് അറിഞ്ഞൂടത്ത് ഞാനും പിറകെ പോകും. എന്നെ വല്ല കാട്ടു വന്ന് ഇടിച്ചെടുത്ത് വല്ല കുഴിക്കാത്തിട്ടാ പോലും ഇങ്ങനെ അറിയത്തില്ല ഏട്ടാ. ഇങ്ങനെ അയ്യോ അവനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാനാണ് ചാൻസ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആദ്യമായിട്ട് ട്രക്കിംഗ് പ്ലാൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇവിടെ പോകുമ്പോൾ മസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ കരുതിയിരിക്കണം. പ്ലാസ്റ്റിക് നിരോധന മേഖലയാണ്, അതുകൊണ്ട് പ്ലാസ്റ്റിക് ഒന്നും കൊണ്ട് കയറാൻ നോക്കരുത്. കഴിയുന്നതും എന്തെങ്കിലുമൊക്കെ നമ്മൾ കരുതിയിരിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ എന്റെ അവസ്ഥയായി പോകും. കുറച്ചൊക്കെ നടക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവും ഇതാണോ ഇനി സ്വർഗത്തിലേക്കുള്ള പാതയെന്ന്. ഈ കല്ലും മുള്ളും നിറഞ്ഞത് കാണുമ്പോൾ പുള്ളിയാണെങ്കിൽ ഇതൊന്നൊരു ഗോസരില്ലാതെ അങ്ങ് ഇതാന്ന് പറയുമ്പോ അങ്ങ് നടന്നു പോകും. ഈ പ്രായത്തിൽ ഇതാണെങ്കിൽ നല്ല കാലത്ത് ചില്ലറ പൊടി പിടിച്ച മുതലായിരിക്കും. നമുക്ക് ആദ്യത്തെ ഒരു 1/2 കിലോമീറ്റർ ഇച്ചിരി നല്ല വഴിയായിരിക്കും. പിന്നെ അങ്ങോട്ട് പോകും തോറും ഇതിന്റെ യഥാർത്ഥ ഭംഗി നമ്മൾ കണ്ടു തുടങ്ങും. നമ്മൾ എത്രയൊക്കെ കാടും മലകളൊക്കെ സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞാലും നമ്മൾ ഈ വാഴവന്തൂർ വാട്ടർഫാൾസിന്റെ ട്രക്കിംഗ് ഒന്ന് കഴിയുമ്പോഴത്തേക്കും അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങും. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിന്റെ മോസ്റ്റ് എക്സൈറ്റിംഗ് മൊമെന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഈ വാഴവന്തൂർ വാട്ടർഫാൾസിന് പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലെ സൈഡിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ കഴിയും. അതിൽ കൂടെ നമുക്ക് ഇങ്ങനെ ചവിട്ടി പോവുക. ഇതൊക്കെ ഞാൻ മറ്റൊരിടത്തും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ എന്നാലും ഇതൊരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു എനിക്ക്. പണ്ടൊക്കെ ഇതേപോലത്തെ കല്ലൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. പക്ഷെ ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. നമ്മളെ വയനാട് ദുരന്തത്തിൽ സംഭവിച്ചതുപോലെ എപ്പോഴെങ്കിലും ഇവിടെയും ഇതുപോലെ ഉരുൾപൊട്ടിയപ്പോൾ ഒഴുകി വന്ന കല്ലുകളായിരിക്കാം ഈ കിടക്കുന്നതൊക്കെ. ഒരു മിനിറ്റ്, അങ്ങേരെന്നെ തിരിഞ്ഞു നോക്കി. അങ്ങേരെന്നെ തിരിഞ്ഞു നോക്കി. അങ്ങേരെന്തിനാണ് എന്നെ തിരിഞ്ഞു നോക്കിയെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. സ്തോത്രം. നേരെയുള്ള വഴി എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇനി ഈ പണ്ടാരം പിടിച്ച കല്ലുകളിടയിൽ കൂടെ എനിക്ക് അറിഞ്ഞൂടാ ദൈവമേ, ഇന്ന് രാവിലെ ഏത് വേട്ടാവെളിയനെ എന്തോ കണിയേണ്ടത്. ഇത് വീണ്ടും എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറാന്ന് വെക്കാം. ഇതിനേക്കാളും സഹിക്കാൻ പറ്റാത്തത് ഇതിന്റെ ഇടയിൽ ഓരോ അട്ടകൾ കിടക്കുന്ന കാണണം. ഓരോന്ന് 2 വിരൽ നീളമെങ്കിലും വരും. ഇതൊക്കെ എവിടെ കിടക്കുന്നെന്നാണ്. ഇതൊക്കെ കാണുമ്പോ തന്നെ രോമാഞ്ചം വരുക. ഞാൻ ഇത്രയും കേറി, ഇതെങ്ങനെ കേറി ദൈവത്തിന് തന്നെ അറിയാം. നമ്മൾ വെക്കുന്ന ഓരോ കാലും സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധിച്ച് ചവിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ഈ വന്ന വഴി അങ്ങ് താഴോട്ട് പോകും. പോകുന്നതാ ഈ വൃത്തികെട്ട കല്ലുകളിലെല്ലാം തലയടിച്ചും എവിടെയൊക്കെ ഇടിക്കാനുണ്ടോ എല്ലാം ഇടിച്ചൊക്കെ ആയിരിക്കും. പുല്ല് നാണം കെടുത്താൻ. സോറി, ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. അതെന്റെ കൊടയാണ് കേട്ടോ, അല്ലാതെ പെയിന്റ് കയറിയതല്ല. കൊടയാണേ, കൊട കൊട കൊട. ഇതിനൊരു അന്തവും ഇല്ലേ? ഇതിന്റെ ഏറ്റവും മുകളിൽ കയറുമ്പോൾ നമുക്കുള്ളൊരു വ്യൂ ആണ്. താഴെ കൂടെ നല്ല സ്പീഡിൽ ഒരു അരുവിയൊക്കെ ഒഴുകി പോകുന്ന കാണാം. ഞാൻ പോയ സമയം ഒരു മഴയൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു. അപ്പം പാറകളിലൊക്കെ അതിൻ്റെതായിട്ടുള്ള വഴുക്കലും ഉണ്ടായിരുന്നു. അപ്പം വളരെ സൂക്ഷിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പും വെച്ചില്ല എന്നുണ്ടെങ്കിൽ നേരെ ആ താഴെ കാണുന്ന വെള്ളച്ചാട്ടത്തിൽ ചെന്ന് കിടക്കും. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റിങ്സ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ അധികം പേടിക്കണ്ട എന്ന് തോന്നുന്നു. ഞാനിങ്ങനെ നടന്ന് വായിൽ കൂടെ പതയം വന്ന് പോകുന്നത് കൊണ്ടാണ്. ഇടയ്ക്കൊന്ന് മുകളിലോട്ട് നോക്കിയപ്പോഴാണ് നല്ല കോട ഇറങ്ങി കിടക്കുക. പക്ഷെ എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നക്ഷത്രങ്ങളെയും കാണാൻ പറ്റുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. ആ കിടക്കുന്ന സാധനം കണ്ടോ? ആനപ്പിണ്ടമാണത്. എന്റെ ഉയിര് പോയി. ഈ ആനപ്പിണ്ടം കണ്ട് പേടിക്കുമ്പോൾ ഞാനാണെങ്കിൽ ഈ ആന എങ്ങനെയായിരിക്കും ഇതിന്റെ അകത്ത് എത്തിപ്പറ്റിയെന്നാണ് ഞാൻ ആലോചിച്ചത്. ഇവിടെ മനുഷ്യന്മാർക്ക് തന്നെ 2 കാല് വെച്ച് നേരെ ചൊവ്വേ നടന്ന് ഇതിന്റെ അകത്ത് കയറാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ ആന ഈ 4 തൂണ് പോലത്തെ കാലും വെച്ച് ജബ്ര ഇത് എങ്ങനെ വന്ന് കേറിക്കാണുമെന്നാണ്. ഇതിനി പിണ്ട വിടാൻ വേണ്ടി മാത്രമായിരിക്കും ഇവിടെ വന്നത്.
ഇല്ലേ, നേരെ ചൊവ്വേ അതിന് തിന്നാൻ പറ്റിയ ഒരു സാധനം പോലും അവിടെ ഇല്ല. മിക്കവാറും ഇത് ഏതോ വെറൈറ്റി വൈബുള്ള ആനയാണ് കേട്ടോ. ഒരു ചേഞ്ചിന് എപ്പോഴും ഇങ്ങനെ കാട്ടിൽ പിണ്ടോടും, ഒന്ന് മലകളെ പാറകളൊക്കെ ഇടയിൽ വന്ന് പിണ്ടോടാന്ന് കരുതി വെറും പിണ്ടോടാൻ വേണ്ടി മാത്രം വന്ന പിണ്ടാനയാണ് ആന, പിണ്ടാന. എനിക്ക് ദേഷ്യം, എനിക്ക് കാണണ്ട അതിന്. അതിന്റെ ഇടയ്ക്ക് ഈ കിളവ ഇത് എവിടെ കയറി പോണത്? ദൈവമേ, ഞാൻ ഇനി ഇതിന്റെ ഇടയിലും കയറണമല്ലോ. ഇനി എന്തായാലും ഞാൻ അദ്ദേഹത്തിനോട് പോകുന്നുള്ളൂ. ചുമ്മാ എന്തിനാണ് വല്ല വൃത്തികെട്ട ആനയ്ക്കും പൊറോട്ടയ്ക്കും മാവ് ചവിട്ടി കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കാൻ ഞാൻ നിന്നു കൊടുക്കുന്നത്? ഇതുപോലത്തെ സ്ഥലത്ത് എന്നെ ഒറ്റയ്ക്കിട്ടിട്ട് നോക്കും മുതല്. ഇവിടെയാണ് ഞാൻ എന്റെ ഉള്ളിലെ വീഡിയോഗ്രാഫർ തുറന്നു വിട്ട സ്ഥലം. കണ്ടോ, ആ വെള്ളച്ചാട്ടത്തിന് വെള്ളം ഇങ്ങനെ വന്ന് എന്റെ കാലിന്റെ ഇടയിൽ കൂടെ ആ ക്യാമറ ഇങ്ങനെ വിട്ട്, കണ്ടോ ആ ഷൂട്ടിങ്ങിന്റെ പെർഫെക്ഷൻ. എന്നെ സമ്മതിക്കണം. ചുമ്മാ LLB പഠിച്ചു സമയം കളഞ്ഞു. വല്ല വീഡിയോഗ്രാഫിയും പഠിക്കാൻ പോയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വല്ല വൈൽഡ് ഗ്രാഫ് ഫോട്ടോഗ്രാഫറും ആയേനെ. ഇതിനൊരു അന്തവും ഇല്ലേ ദൈവമേ. ഞാൻ പക്ഷെ നടന്ന് ഒരു കാര്യമാണ് ആലോചിച്ചത്. ദൈവമേ, ഇത്രയും ദൂരം ഇനി തിരിച്ചു നടക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് മനസ്സിനൊരു സമാധാനം. അയ്യോ, യെസ് യെസ്, അവസാനം ഞാൻ കാത്തിരുന്ന ആ നിമിഷം എത്തി. അങ്ങനെ അദ്ദേഹവും തളർന്നു കുഴങ്ങി നിക്കണമൊക്കെ മുതല്. ഇപ്പോഴെങ്കിലും അയാൾക്ക് എന്റെ വേദന മനസ്സിലായി കാണും. അങ്ങനെ പുള്ളിയെ പിന്നിലാക്കി ഞാൻ ഫസ്റ്റ് അടിക്കാൻ വേണ്ടി വന്നത്. അപ്പോഴാണ് ഞാൻ ഇത്രയും വലിയ കൂറ്റം പാറയെ കാണുന്നത്. അതിന്റെ അടിയിലായിട്ടൊരു കുഞ്ഞരുവിയും. അത് ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ അതിന്റെ കുറച്ച് സീൻസ് ഞാൻ ഷൂട്ട് ചെയ്തത് കാണിക്കാം. ഇത് പുള്ളി എന്നെ പേടിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും. പുള്ളി പറയുന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്താണ് പുലി വന്ന് കിടക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ. അയ്യോ, ഈ കാട്ടിൽ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഈ പന്നേക്കൊക്കെ ഇവിടെ തന്നെ വന്ന് കിടക്കണോന്ന് എന്താണ് ഇത്ര നിർബന്ധം എന്നാണ്. ബെസ്റ്റ്. ഇനി ഒരു 250 മീറ്റർ ഡാറ്റയുണ്ട്. അപ്പോഴാണ് ഈ വാറകളിൽ വഴുക്കലുണ്ടെന്ന് പറഞ്ഞ സിഗ്നൽ ബോർഡ് കൊണ്ട് വെച്ചേക്കുന്നത്. അയ്യോ, ഇങ്ങനെ ഛർദിക്കണ, ഇങ്ങനെ എന്തോ ചെയ്യണ? ദൈവത്തിന് തന്നെ അറിയാം. ദൈവം ഇനി ഇങ്ങനെ എടുത്തോണ്ട് തിരിച്ചു പോയേണ്ടി വരുമോ എന്തോ. കാണാത്ത പോലെ പ്രകൃതിക്ക് ആസ്വദിച്ചങ്ങ് കൂടെ പോവാം. അങ്ങ് അകലെയായിട്ടൊരു ദൂരെ ഒരു വെള്ളച്ചാട്ടം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അത് കറക്റ്റ് വാഴവന്തൂർ വാട്ടർഫാൾസ് അല്ലെന്നാണ് പുള്ളി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും അതൊന്ന് എനിക്ക് മുമ്പ് ഇവിടെ നിന്ന് നടന്നു പോയോടെ വായിലെ പാതയായിരിക്കാനാണ് ചാൻസ്. ഫൈനലി ഞാൻ എത്തിച്ചേർന്നു മക്കളെ, ഞാൻ എത്തിച്ചേർന്നു. ഇവിടെ കൊണ്ട് വിട്ടിട്ട് പുള്ളിയും വിശ്രമിക്കാനിരുന്നു. ഇതാണ് കറക്റ്റ് വാഴവന്തൂർ വാട്ടർഫാൾസ്. വെള്ളച്ചാട്ടം കാണാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. കാര്യം ഇവിടെ വെള്ളം വീഴുന്നത് ലെയർ ആയിട്ട്. ട്രക്കിംഗ് കുറച്ച് ഹാർഡാണ്. നിങ്ങൾ എല്ലാവരും എന്നോട് ഉണ്ടായിരുന്നതാണ്, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഇത്രയും നേരം പുള്ളിയും എല്ലാവരും പ്രാവിയാണ് ഇതുവരെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഇത് കണ്ടപ്പോ ഉണ്ടല്ലോ, എന്റെ കംപ്ലീറ്റ് ടയർനെസ്സും മാറി. ഞാൻ പറഞ്ഞു, നമ്മളെല്ലാവരും ലൈഫിൽ എപ്പോഴെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു 10 യാത്ര നടത്തണമെന്ന് തന്നെ ഞാൻ പറയും. നല്ല കാലത്ത് ഒരു 10 യാത്രയെങ്കിലും നടത്തി വെച്ചാലേ
വയസ്സാങ്കാലത്ത് എവിടെയെങ്കിലും ചപ്പിക്കിടന്ന് ചാപ്പ ചാപ്പ പറഞ്ഞോണ്ട് കിടക്കുമ്പോൾ ഒരു നല്ല ഒരു 10 ഓർമ്മകളെങ്കിലും നമുക്ക് കൂടെ ഉണ്ടായിരിക്കുള്ളൂ. ഓർമ്മകളായിരിക്കും എന്നും നമുക്ക് കൂട്ടുകാരായിട്ട് കൂടെ ഉണ്ടാവുക. അല്ലാതെ നമ്മൾ സ്നേഹിച്ച് കൂടെ കൊണ്ട് നടക്കുന്ന കൂട്ടുകാരോ മറ്റാരും നമ്മളോടൊപ്പം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നും പറഞ്ഞു കൂട്ടുകാരും വേണ്ട ആരും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാരെയും അടിച്ച് പിണക്കി വിട്ടിട്ട് ചപ്ര ചപ്ര പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് നടക്കാനല്ല. അങ്ങനെ ആയിപ്പോയാൽ പിന്നെ അവസാനം മരുന്നെടുത്തു തരാൻ ആരും ഇല്ലാതെ എവിടെയെങ്കിലും കിടന്ന് ചത്തു. അതുകൊണ്ട് മനുഷ്യരെ വെറുപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കുറച്ച് ഓർമ്മകൾ നമുക്ക് എപ്പോഴും ജീവിതത്തിലുള്ളത് നല്ലത് തന്നെയാണ്. എന്നിട്ട് ദേ ഇവിടെ വന്ന് ഇങ്ങനെ വെള്ളത്തിൽ കാലിട്ടിരുന്ന് അയവിറക്കുക. ഞാൻ കുറച്ച് അയവിറക്കട്ടെ. നമുക്ക് ഉടനെ തന്നെ അടുത്ത മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ബായ്.